നിങ്ങളോട് ചോദിക്കുന്ന കാര്യമാണ് സിസ്റ്റം എന്ന് പറയുന്നത് എന്താണ്. ഹൈ പെർഫോമൻസിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് സിസ്റ്റം എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. എന്താണ് സിസ്റ്റം എന്ന് നിങ്ങൾ പലരും ചോദിക്കാറുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ് ഈ ഹൈ പെർഫോമൻസിൻ്റെ സ്റ്റെപ്പുകളിൽ 7 സ്റ്റെപ്പുകളിൽ 2 പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ് സിസ്റ്റം ആൻഡ് അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ, അല്ലെങ്കിൽ ഡെയിലി മൊമെൻറ്റം അല്ലെങ്കിൽ സിസ്റ്റം എന്ന് പറയുന്ന കാര്യം. ഈ സിസ്റ്റം ഇല്ലായെങ്കിൽ നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കില്ല. ലോകത്തിലെ പല കമ്പ്യൂട്ടർ സിസ്റ്റംസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് എല്ലാം നടക്കുന്നത് ഒരു സിസ്റ്റം സെറ്റ് ചെയ്തു പിന്നെ ഓട്ടോമാറ്റിക്കലി നടക്കുകയാണ്. എല്ലാ സിസ്റ്റം ഉണ്ടാക്കേണ്ട ആവശ്യം, നിങ്ങൾ ഏത് വലിയ പ്രസ്ഥാനങ്ങളാകട്ടെ, മെഷീൻസ് ആകട്ടെ, സോഫ്റ്റ്വെയറുകളാകട്ടെ ചിന്തിക്കുക, അതിൻ്റെ ബാക്ക് എൻഡിൽ ഒരു സിസ്റ്റമുണ്ട്, ഒരു അൽഗോരിതമുണ്ട്, ഒരു പ്രോഗ്രാമിംഗ് ഉണ്ട്. ആ പ്രോഗ്രാമിംഗ് ആണ് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാക്കുന്നത്. ഈ സിസ്റ്റം എന്ന് പറയുന്നത് വളരെ സിമ്പിളായി പറഞ്ഞാൽ ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നിങ്ങളറിയാതെ തന്നെ നിങ്ങളെക്കൊണ്ട് അത് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കേണ്ടതാണ് സിസ്റ്റമെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ എഴുന്നേൽക്കുകയാണ്. നിങ്ങൾ എല്ലാ ദിവസവും 20 മിനിറ്റ് വായിക്കണമെന്നുള്ളതാണ് നിങ്ങളുടെ സിസ്റ്റമെങ്കിൽ അത് നടക്കുകയാണ്. നിങ്ങൾ എഴുതണം എന്നുള്ളതാണെങ്കിൽ നടക്കുകയാണ്. നിങ്ങൾ കസ്റ്റമറെ കോൾ ചെയ്യണം എന്നുള്ളതാണെങ്കിൽ അത് നടക്കുകയാണ്. നിങ്ങൾ പുതിയ സ്കില്ല് ലേൺ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നടക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഒരു കമ്പൽഷൻ ഇല്ലാതെ നിങ്ങളെ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ലോകത്തിലെ ആളുകൾ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന പ്രശ്നമാണ് 1 പ്രോക്രാസ്റ്റിനേഷൻ, നാളെ ചെയ്യാം പിന്നെ ചെയ്യാം. 2 മടി, ലേസിനെസ്, ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട് പക്ഷേ ഒരിക്കലും ചെയ്യാൻ തോന്നുന്നില്ല. ഈ 2 കാര്യങ്ങളെയും ബീറ്റ് ചെയ്യാൻ, അതിനെ മറികടക്കാൻ സഹായിക്കുന്ന ഒന്നാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ചോദിക്കട്ടെ, നിങ്ങൾ ഹൈപ്പർഫോർ ആകാൻ ആഗ്രഹിക്കുന്ന ആളാണോ? 2, ഹൈപ്പർഫോർ ആകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഏത് മേഖലയിലാണ്? 3, നിങ്ങൾ എന്ത് സിസ്റ്റമാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്? ഓർക്കുക, സിസ്റ്റം എന്ന് പറയുന്നത് ഓട്ടോമേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. നിങ്ങൾക്ക് അനായാസമായി, നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നാതെ നിങ്ങളുടെ ഗോളിലേക്ക് എത്താൻ നിങ്ങൾ സഹായിക്കുന്ന ഒന്നാണ് ഈ സിസ്റ്റം എന്ന് പറയുന്നത്. ഈ സിസ്റ്റം ഡിസൈൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഒരു മെൻറ്റർ എന്ന നിലയിൽ, ഒരു കോച്ച് എന്ന നിലയിൽ ഞാൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലർക്കും പല സിസ്റ്റമാണ് വേണ്ടത്. ഇപ്പോൾ ഞാൻ ഈ ക്ലാസ്സുകളൊക്കെ ജനറലായിട്ട് എടുക്കുന്നു, വളരെ അധികം പോഡ്കാസ്റ്റുകൾ ചെയ്യുന്നു, പുസ്തകങ്ങൾ എഴുതുന്നു, ഇതെല്ലാം ജനറലായിട്ടുള്ളതാണ്. സിസ്റ്റം എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഒരു സിസ്റ്റം ഡിഫറെൻ്റാണ്. ആ ഡിഫറെൻറ്റ് സിസ്റ്റം കണ്ടെത്തി അത് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് പീക്ക് പെർഫോമർ ആകാൻ സാധിക്കുന്നത്, പീക്ക് പെർഫോമൻസിലേക്ക് എത്താൻ സാധിക്കുന്നത്. വളരെ ചെറിയ ഉദാഹരണം ഞാൻ പറയാം. ഞാൻ ഏറ്റവും കൂടുതൽ പീക്ക് പെർഫോമൻസ് കാഴ്ചവെക്കുന്ന സമയം രാവിലെ ഒരു 3 മണിക്കും ഒരു 6 മണിക്കും ഇടയിലുള്ള സമയമാണ്. ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവായി സ്പെൻഡ് ചെയ്യുന്ന സമയം അതാണ്. ഇന്ന് ഞാനൊരു UN 2 ഉദ്യോഗസ്ഥർ സംസാരിക്കാനിടയായി. അവരും എന്നോട് പറയുന്നത് അവർ ലേറ്റ് നൈറ്റിലാണ്. നൈറ്റ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 1 മണി കഴിഞ്ഞ ശേഷമാണ് അവർ ജോലികൾ ചെയ്യുന്നതെന്നും അവർക്ക് ആ സമയത്താണ് പീക്ക് പെർഫോമൻസ് കിട്ടുന്നതെന്നും. ചില ആളുകൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരിക്കലും 4 മണിക്ക് എഴുന്നേൽക്കാൻ സാധിക്കില്ല, 5 മണിക്ക് എഴുന്നേൽക്കാൻ സാധിക്കില്ല, ഞങ്ങൾക്ക് ലേറ്റ് നൈറ്റിൽ നിന്ന് ജോലി ചെയ്യുന്നതാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ഒരു ഉദാഹരണമാണത്. നിങ്ങളുടെ സിസ്റ്റം എനിക്ക് 4 മണിക്ക് എഴുന്നേൽക്കുന്നതാണ് കൺവീനിയൻറ്റ്, പക്ഷെ നിങ്ങൾക്ക് 4 മണിക്ക് എഴുന്നേൽക്കുന്നത് കൺവീനിയൻ്റ് അല്ല. അപ്പോൾ അത് തന്നെ ഒരു ഉദാഹരണമാണ്. സിസ്റ്റം എന്ന് പറയുന്നത് കസ്റ്റമൈസ്ഡ് ആണ്. അപ്പോൾ ഇതിന് നിങ്ങളുടെ പീക്ക് അവേഴ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കേണ്ടത് ആവശ്യമാണ്. നിങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്, നിങ്ങളുടെ നിഷ് എന്ന് പറയുന്നത് എന്താണെന്ന് കണ്ടെത്തേണ്ട ആവശ്യമാണ്. ഞാനത് പറയാൻ കാരണം, ലോകത്തിലെല്ലാവരുടെയും പർപ്പസ് എന്ന് പറയുന്നത് ഒന്നല്ല. എല്ലാവരും ഒരേപോലെ കാര്യങ്ങൾ ചെയ്യാൻ നോക്കിയാൽ ഈ ലോകത്തൊന്നും നടക്കില്ല. അതുകൊണ്ടാണ് ആളുകൾ പരാജയപ്പെടുന്നത്. എൻ്റെ കൂട്ടുകാരൻ അത് ചെയ്തു, അതുപോലെ ഞാൻ ചെയ്യാം. എൻ്റെ കൂട്ടുകാർ ഇന്ന സ്ഥലത്തേക്ക് പോയി, ഇന്ന രാജ്യത്തേക്ക് പോയി, അങ്ങോട്ടേക്ക് പോകാം, ഇന്ന കോഴ്സ് എടുത്തു അത് ചെയ്യാം, അല്ലെങ്കിൽ ആ സ്ട്രാറ്റജി ഉപയോഗിച്ചു അത് വർക്കാകുന്നില്ല. ഇല്ല, നിങ്ങളുടെ ഉള്ളിലാണ് സിസ്റ്റം വർക്ക് ചെയ്യേണ്ടത്. ഈ ഷിഫ്റ്റ്, മൈൻഡ് ഷിഫ്റ്റ്, മെൻ്റൽ ഷിഫ്റ്റ്, പാരഡൈം ഷിഫ്റ്റ് നടക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിലാണ്. ആ സിസ്റ്റം നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ആ സിസ്റ്റം വേറൊരാൾക്ക് പ്രവർത്തിക്കണമെന്നില്ല. പക്ഷേ സിസ്റ്റം എല്ലാവരിലും വർക്ക് ചെയ്യും. ഓൺട്രപ്രണറിൽ വർക്ക് ചെയ്യും, എംപ്ലോയിയിൽ വർക്ക് ചെയ്യും, പ്രൊഫഷണലിൽ വർക്ക് ചെയ്യും, CEO വർക്ക് ചെയ്യും, +2 കാരിലും 10ാം ക്ലാസ്സുകാരിലും വർക്ക് ചെയ്യും. പക്ഷേ സിസ്റ്റം ഡിഫറെൻ്റ് ആണ്. ഈ സിസ്റ്റം ഡിസൈൻ ചെയ്യുക എന്നുള്ള ഒരു ചലഞ്ചിങ് റെസ്പോൺസിബിലിറ്റിയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. നിങ്ങൾ സിസ്റ്റം ഡിസൈൻ ചെയ്യുക. ഈ സിസ്റ്റത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കീസ്റ്റോൺ ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ഹൈപ്പർഫോമർ ആക്കാൻ ഇടയാക്കുന്നത് ഈ കീസ്റ്റോൺ ഹാബിറ്റ്സ് ആണ്. ഏതെല്ലാം ഹാബിറ്റാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്? ഇപ്പോൾ ഒരു ബോഡി ബിൽഡറാകാൻ ആഗ്രഹിക്കുന്ന ആൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ഒരു ഹിമാലയത്തിലോ എവറസ്റ്റിലോ ഹൈക്കിങ്ങിന് പോകേണ്ടയാൾ എന്താണ് ചെയ്യേണ്ടത്? ഞാൻ ഹിമാലയത്തിൽ പല പ്രാവശ്യം ഹൈക്കിങ്ങിന് പോയിട്ടുള്ള ആളാണ്. ലേ ലഡാക്കിൽ ഞാൻ ബൈക്ക് ടൂർ പോയിട്ടുള്ള ആളാണ്. അപ്പോൾ അതിനു മുമ്പ് ആളുകൾ എന്നോട് പറയും, അവിടുത്തെ കോച്ച് എന്നെ വിളിച്ചിട്ട് ഹെൽത്ത് ചെക്കപ്പ് നടത്തും, ഫിറ്റ്നസ് ചെക്കപ്പ് നടത്തും, 10-15 ദിവസം പല ആക്ടിവിറ്റികൾ ചെയ്ത് അതിൻ്റെ സ്ക്രീൻഷോട്ടും
അതിൻ്റെ പെർഫോമൻസും കാണിക്കാനായിട്ട് പറയും. എന്നിട്ട് മാത്രമേ അവർ നമ്മളെ സെലക്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ അവർ നേരത്തെ പറയും നിങ്ങൾ ഇതെല്ലാം ചെയ്യണം, അത് ചെയ്ത് നിങ്ങൾ ഫിറ്റാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിനകത്തേക്ക് എൻട്രി ചെയ്യാൻ സാധിക്കൂ. അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റം എന്ന് പറയുന്ന കീസ്റ്റോൺ ഹാബിറ്റ്സ്, ഇപ്പോൾ അരമണിക്കൂർ കൊണ്ട് ഇത്ര കിലോമീറ്റർ ഓടണം, ഒരു ദിവസം ഓടിയാൽ പോരാ, 10 ദിവസം ഓടി 15 ദിവസം ഓടി അതിൻ്റെ സ്ക്രീൻഷോട്ട് ആപ്ലിക്കേഷനിൽ കാണിക്കണം. അപ്പോൾ 10 ദിവസം ഓടുക എന്ന് പറയുന്നത്, ഇത്ര ദിവസം ഓടുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ഹാബിറ്റാണ്, ഈ കീസ്റ്റോൺ ഹാബിറ്റാണ്. അതുപോലെ മാരത്തോൺ റണ്ണേഴ്സ് അല്ലെങ്കിൽ സിവിൽ സർവീസ് എക്സാമിനേഷൻ പരീക്ഷ പല പ്രാവശ്യം എഴുതി പരാജയപ്പെട്ട ആളാണ് ഞാൻ. അപ്പോൾ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു അതിനകത്ത്. പക്ഷേ വളരെ വൈകിയാണ് സിസ്റ്റത്തെ ഞാൻ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പോഴത്തേക്കൊരു സമയം കഴിഞ്ഞു പോയിരുന്നു. പക്ഷേ സിസ്റ്റം ബിൽഡ് ചെയ്ത് അതുപോലെ ഫോളോ ചെയ്തിരുന്നെങ്കിൽ എനിക്കത് ക്രാക്ക് ചെയ്യാൻ കഴിയുന്ന ഒന്നായിരുന്നു. പക്ഷേ പലതും ലേറ്റായിട്ടാണ് നമ്മൾ തിരിച്ചറിയുന്നത്. പല ആളുകൾ തിരിച്ചറിയുന്നത്. ആസ് ഏർലി ആസ് പോസിബിൾ നിങ്ങൾക്ക് എത്രയും നേരത്തെ സിസ്റ്റം ബിൽഡ് ചെയ്തുകൊണ്ട് പോകാൻ സാധിക്കുമോ? ഇവിടെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്, സിസ്റ്റം നമ്മെ സഹായിക്കുന്നത് ഒരു കാര്യത്തെ കൺസിസ്റ്റൻസി നിലനിർത്തി മുന്നോട്ട് പോകുവാനാണ്. ഞാൻ ഏറ്റവും പല പ്രാവശ്യത്തെ വീഡിയോകൾ പറഞ്ഞതാണ് ഫോക്കസ്, കൺസിസ്റ്റൻസി, ഹാർഡ് വർക്ക്. ഇതാണ് ഹൈ പെർഫോമൻസിൻ്റെ ഫോർമുല എന്ന് പറയുന്നത്. ഫോക്കസ് പ്ലസ് ഹാർഡ് വർക്ക് പ്ലസ് കൺസിസ്റ്റൻസി. പക്ഷേ ഈ 3 കാര്യങ്ങളും നമ്മൾ പലരും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഫോക്കസ് ചെയ്യുന്ന എന്ത് കാര്യത്തിലാണ് അറിയാമോ? ഇല്ല. കൺസിസ്റ്റൻസി ഉണ്ടാകുന്ന ഏത് കാര്യത്തിലാണ് അറിയാമോ? ഏത് കാര്യത്തിൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടത് അറിയാമോ? ഇല്ല. ഈ 3 കാര്യങ്ങളും ഇല്ലാതെ പോകുമ്പോഴാണ് നമുക്ക് സിസ്റ്റം ബിൽഡ് ചെയ്യാൻ സാധിക്കാതെ പോകുന്നത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ നമ്മൾ അറിയുകയും ചെയ്യണം. അവിടെയാണ് കീസ്റ്റോൺ ഹാബിറ്റ്സ് എന്ന് പറയുന്നത്. നിങ്ങളുടെ ബിസിനസ്സിന് 100 കോടി അച്ചീവ് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻകം ഇത്ര കൂട്ടണം, നിങ്ങൾക്ക് ഇന്ന രീതിയിൽ പ്രൊമോഷൻ കിട്ടണം, നിങ്ങൾക്ക് ഇന്ന കോഴ്സ് പാസ്സാകണം, ഇന്ന എക്സാം ക്ലിയർ ചെയ്യണം, ഇന്ന വീട് പണിയണം. നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ റൊണാൾഡ് റീഗനും അല്ലെങ്കിൽ വാരൻ ബഫറ്റ് ഉത്തമ ഉദാഹരണമാണ്. അവരെങ്ങനെയാണ് വലിയ കോടീശ്വരന്മാരായത്? അവർക്കൊരു കീസ്റ്റോൺ ഹാബിറ്റ് ഉണ്ടായിരുന്നു, സേവിങ് എന്ന് പറയുന്ന കീസ്റ്റോൺ ഹാബിറ്റ്. നിങ്ങളിൽ പലരും റൊണാൾഡ് റീഗനേക്കാൾ കൂടുതൽ ഏൺ ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ എന്തുകൊണ്ട് റൊണാൾഡ് റീഗൻ്റെ അത്രയും റിച്ച് ആകാൻ സാധിച്ചില്ല, അല്ലെങ്കിൽ സാധിക്കുന്നില്ല? കാരണം റൊണാൾഡ് റീഗൻ്റെ സേവിങ് ഹാബിറ്റ് എന്ന് പറയുന്നത് വളരെ സ്ട്രാറ്റജിക് ആയിരുന്നു, കീസ്റ്റോൺ ആയിരുന്നു. അത് അദ്ദേഹത്തെ റിച്ച് ആക്കാൻ സഹായിച്ചു. ഇത് തന്നെയാണ് ധാരാളം ഉദാഹരണങ്ങൾ ഇതിനെക്കുറിച്ച് പറയുവാനായിട്ട് സാധിക്കും. പക്ഷേ സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഫാക്ടറാണ് കീസ്റ്റോൺ ഹാബിറ്റ്. മൂന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ സിസ്റ്റം എന്തിനാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ സിസ്റ്റം നിങ്ങൾ 2 കാര്യത്തിൽ തീർച്ചയായും സഹായിക്കണം. ഒന്ന്, നിങ്ങളുടെ ടൈമിനെ ഏറ്റവും ബെസ്റ്റായി യൂസ് ചെയ്യാൻ സഹായിക്കണം. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ദിവസം 8 മണിക്കൂർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ 6 മണിക്കൂറും നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നതായിരിക്കണം. നിങ്ങൾ ലക്ഷ്യത്തിലെത്താൻ സഹായിക്കുന്ന ആയിരിക്കണം 80%. ഇതിനെ പറയുന്നത് 80-20 പ്രിൻസിപ്പിൾ എന്നാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മളിൽ പലരും 99% ആളുകളും അവിടെ 80% സമയവും സ്പെൻഡ് ചെയ്യുന്നത് 20% നമുക്ക് പ്രധാനപ്പെട്ടതല്ലാത്ത കാര്യങ്ങളിലാണ്. അതുകൊണ്ടാണ് വിജയിക്കാത്തത്. ഞാൻ പുസ്തകങ്ങൾ എഴുതിയതിൻ്റെ പിന്നിലെ ഒരു പ്രധാനപ്പെട്ട റോള് 80-20 പ്രിൻസിപ്പിളായിരുന്നു. എൻ്റെ ബിസിനസ് ഞാൻ വളർത്താൻ എന്നെ സഹായിച്ചത് 80-20 പ്രിൻസിപ്പിളായിരുന്നു. കാരണം എനിക്കറിയാം ഞാൻ ചെയ്യേണ്ടത് ഈ കാര്യമാണ്. അതിനുവേണ്ടി എൻ്റെ സമയത്തിൻ്റെ 80% ഞാൻ മാറ്റിവെക്കുകയാണ്. അവിടെ ഞാൻ ഫോക്കസ് ചെയ്തുകൊണ്ട് അവിടെ വർക്ക് ചെയ്യുകയാണ്. അങ്ങനെ കൺസിസ്റ്റൻസി കൊണ്ടുവന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ ഒന്ന്, നിങ്ങളുടെ സമയത്തെ നിങ്ങൾ തീർച്ചയായും നിങ്ങൾ മാനേജ് ചെയ്യാൻ സിസ്റ്റത്തെ ഉപയോഗിക്കണം. ഞാൻ എഴുതിയ പുസ്തകമാണ് ടൈം മാസ്റ്ററി ബ്ലൂ പ്രിൻറ്റ്. അത് അതിൻ്റെ മലയാളത്തിൽ പുസ്തകമുണ്ട്, സമയത്തിൻ്റെ താക്കോൽ, അല്ലെങ്കിൽ പല പുസ്തകങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും. സമയത്തെക്കുറിച്ച് ടൈം മാസ്റ്റർ നിങ്ങൾക്ക് വായിക്കാം, അല്ലെങ്കിൽ സമയത്തിൻ്റെ താക്കോൽ നിങ്ങൾക്ക് വായിക്കാം. ആ പുസ്തകത്തിൽ പറയുന്നത് 40 ടെക്നിക്കുകളുണ്ട്, എങ്ങനെ സമയത്തെ മാനേജ് ചെയ്യാം, എങ്ങനെ സമയത്തെ വേസ്റ്റ് ചെയ്യാതിരിക്കാം. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ധാരാളം ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാകും. അത് സോഷ്യൽ മീഡിയ ആയിരിക്കാം, കൂട്ടുകാരായിരിക്കാം, അല്ലെങ്കിൽ പല പ്രലോഭനങ്ങളായിരിക്കാം. നമ്മുടെ ഗോൾ ഡിസ്ട്രാക്ട് ചെയ്ത പല കാര്യങ്ങളും എങ്ങനെ ഫോക്കസ്ഡായി നമുക്ക് ചെയ്യാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യമാണ് എനർജി. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ എനർജി. നമുക്കുള്ള വിൽ പവർ കൊണ്ട് നമുക്ക് വിജയിക്കാൻ സാധിക്കില്ല. പക്ഷേ നമ്മുടെ വിൽ പവർ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒരു ദിവസം തുടങ്ങുന്ന ഒരു ജാർ ഫുൾ ആയിട്ടാണ് വിൽ പവർ. ഓരോ മണിക്കൂർ കഴിയുന്തോറും, ഓരോ മിനിറ്റ് കഴിയുന്തോറും ആ ജാറ് താഴ്ന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ വിൽ പവർ നമ്മൾ എന്താണ് ഉപയോഗിക്കുന്നത്? എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കണം. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മുടെ അത് ഇമോഷണൽ എനർജി, ഫിസിക്കൽ എനർജി, മെൻ്റൽ എനർജി, ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യമാണ്. നമുക്ക് മൈൻഡിൻ്റെ വിൽ പവർ കുറയുന്നതാണ്, ഇമോഷണൽ പവറും കുറയുന്നതാണ്, ഫിസിക്കൽ പവറും കുറയുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെ നമുക്ക് ഏറ്റവും എനർജറ്റിക് ആയിരിക്കാം, ഇത് വളരെ പ്രധാനപ്പെട്ട. നിങ്ങൾക്ക് ആരോഗ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് പെർഫോമർ ആകാൻ സാധിക്കില്ല. നിങ്ങൾ മെൻ്റലി സ്ട്രോങ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈ പെർഫോമർ ആകാൻ സാധിക്കില്ല. ഇമോഷണലി വീക്കാണ് നിങ്ങൾക്ക് ഹൈ പെർഫോമർ ആകാൻ സാധിക്കില്ല. പിന്നെ ഞാൻ ഈ ദിവസം ശാന്തത്തിൻ്റെ താക്കോൽ, അല്ലെങ്കിൽ ഇമോഷൻ ഇൻ്റലിജൻസ്, അത് പറയുന്നത് നിങ്ങൾക്ക് എങ്ങനെ ഇമോഷൻസിനെ ഹാൻഡിൽ ചെയ്യാം, നിങ്ങളെ മനസ്സിലാക്കാം, മറ്റുള്ളവരെ മനസ്സിലാക്കാൻ സാധിക്കും, എങ്ങനെ 7 ഡെഡ്ലി സിൻസിനെ ഓവർകം ചെയ്യാൻ സാധിക്കും. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പല സ്കില്ലുണ്ടാകാം, ടെക്നിക്കൽ സ്കിൽസ് ഉണ്ടാകാം.
പക്ഷേ ലോകത്തിൽ നിന്ന് ആവശ്യം ഇമോഷണൽ സ്കിൽസാണ്, അല്ലെങ്കിൽ സോഫ്റ്റ് സ്കിൽസാണ്. അത് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ ഫിസിക്കൽ എനർജിയും ടൈമും, അല്ലെങ്കിൽ എനർജിയും ടൈമും മാനേജ് ചെയ്യുന്നതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സിസ്റ്റം നിങ്ങൾ സഹായിക്കുകയാണ്. നിങ്ങളുടെ ആരോഗ്യം, മാനസികാരോഗ്യം, ശാരീരികാരോഗ്യം, വൈകാരികാരോഗ്യം ഇതൊന്നും നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നില്ല. നിങ്ങളുടെ സമയം നിങ്ങളൊന്നും നഷ്ടപ്പെടുത്തില്ല. കാരണം എന്നെ സംബന്ധിച്ച് എൻ്റെ ടൈം വളരെ പാക്ഡാണ്. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ എഴുതും ഇന്ന് ചെയ്യേണ്ടത് എന്നതാണ്. വൈകിട്ട് ഞാൻ ചെക്ക് ലിസ്റ്റ് നോക്കും, അത് ചെയ്തിട്ടുണ്ടോ. ഇത് ട്രെല്ലോ പോലെയുള്ള, നോഷൻ പോലെയുള്ള പല ടെക്നോളജിക്കൽ ഡിവൈസ് വഴി നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. അത് അടുത്ത ലെവലുകളിൽ നമുക്ക് പഠിക്കാൻ സാധിക്കും. പക്ഷേ എസ്പെഷ്യലി നിങ്ങൾ ഹൈപ്പർഫോർ ആണെങ്കിൽ, സിഇഒയോ ഓൺട്രപ്രണറോ അല്ലെങ്കിൽ CHO ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത്തരം ടെക്നിക്കൽ ടൂളുകൾ ട്രെല്ലോ പോലെയുള്ള, ജിറോ പോലെയുള്ള, നോഷൻ പോലെയുള്ള ടെക്നിക്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വളരെ അഗ്രസീവായി പെർഫോം ചെയ്യാൻ സാധിക്കും. ഇവിടെ ഞാൻ പറഞ്ഞ ഈ ടെക്നോളജിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, ടെക്നോളജി നിങ്ങൾക്ക് അനായാസം കൈകാര്യം ചെയ്യാൻ സാധിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്പീഡ് കൂട്ടാൻ സാധിക്കുള്ളൂ. മണി ലവ് സ്പീഡ്, ഹൈ പെർഫോമൻസ് ലവ് സ്പീഡ്. സ്പീഡിൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സുഹൃത്ത് ചെയ്യുന്നതിനേക്കാൾ 10 ഇരട്ടി വേഗത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അത് നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ടാകാം, നിങ്ങൾ ഉപയോഗിക്കുന്ന ടെക്നോളജിയും ടൂൾസും കൊണ്ടാകാം. ഇപ്പോൾ ധാരാളം ടെക്നോളജി ടൂൾസ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഗ്രോക്ക് പോലെയുള്ള, അല്ലെങ്കിൽ ജെമിനി പോലെയുള്ള, ഇങ്ങനെ ധാരാളം പുതിയ ടെക്നോളജിക്കൽ ഡിവൈസസ്, നോട്ടെല്ലാം പോലെയുള്ള ധാരാളം ടെക്നിക്കൽ ടൂൾസ് നിങ്ങളെ സ്പീഡിനെ കൂട്ടുവാനായിട്ട് സഹായിക്കും, എഫിഷ്യൻസി കൂട്ടുവാൻ സാധിക്കും, മിസ്റ്റേക്ക് കുറയ്ക്കുവാൻ സാധിക്കും. ഇതെല്ലാം നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഓർക്കുക, നിങ്ങളുടെ സമയവും നിങ്ങളുടെ ആരോഗ്യവും, ആരോഗ്യം എന്ന് പറയുന്നത് മെൻ്റൽ, ഫിസിക്കൽ, ഇമോഷണൽ, സ്പിരിച്വൽ, ഈ 4 മേഖലകൾ നിങ്ങൾക്ക് ഏറ്റവും നന്നായി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ് സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു കാര്യം വീണ്ടും പറയുകയാണ്, ഹൈ പെർഫോമൻസ് എന്ന് പറയുന്നത് പണം ഉണ്ടാക്കുന്നത് മാത്രമല്ല, കരിയറിൽ ഗ്രോ ചെയ്യുന്നത് മാത്രമല്ല, നിങ്ങളുടെ ആരോഗ്യം പ്രധാനപ്പെട്ടതാണ്, മൈൻഡ് പ്രധാനപ്പെട്ടതാണ്, റിലേഷൻഷിപ്പ് പ്രധാനപ്പെട്ടതാണ്. ഇതെല്ലാം പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് ഈ സിസ്റ്റം നിങ്ങളെ ഇതിനെ സഹായിക്കും. 4ാമത്തെ കാര്യമാണ് മൈക്രോ റിവ്യൂ. ഈ സിസ്റ്റം നിങ്ങളെ ഡെയിലി റിവ്യൂ ചെയ്യാൻ സഹായിക്കും. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, നാളെ ചെയ്യേണ്ടത് എന്താണ്, ഒരാഴ്ച ചെയ്യേണ്ടത് എന്താണ്, ഒരു മാസം ചെയ്യേണ്ടത് എന്താണ്, ഇത് കൃത്യമായി നിങ്ങൾക്ക് റിവ്യൂ ചെയ്യുവാനും മനസ്സിലാക്കുവാനും സഹായിക്കുന്ന ഒന്നാണ് റിവ്യൂ സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പോൾ ഞാൻ കൺസൾട്ട് ചെയ്യുന്ന ക്ലയൻറ്റുകൾക്ക് ഞാൻ ഡെയിലി എന്താണ് ചെയ്യേണ്ടതെന്നും, വീക്ക്ലി എന്താണ് ചെയ്യേണ്ടതെന്നും, മന്ത്ലി എന്താണ് ചെയ്യേണ്ടതെന്നും, അവരെ ക്വാർട്ടർലി, ഇയർലി ഗോൾ സെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നീട് മന്ത്ലി ചെക്കിൻസ് ഉണ്ട്, വീക്ക്ലി ചെക്കിൻസ് ഉണ്ട്. ആ ചെക്കിൻസ് നമ്മൾ കൃത്യമായി റിവ്യൂ ചെയ്യുകയാണ്. നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ്, അത് ചെയ്തില്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്യാൻ സാധിച്ചില്ല, എങ്ങനെ മാറ്റുവാൻ സാധിക്കും. ഈ റിവ്യൂ നമുക്ക് വളരെ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ ആരുടെ അടുത്ത് റിവ്യൂ ചെയ്യും? സ്വന്തമായി റിവ്യൂ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു എക്സ്പേർട്ടായിട്ടുള്ള കൺസൾട്ടൻറ്റ് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. കാരണം നിങ്ങൾക്കൊരു അക്കൗണ്ടബിലിറ്റി ഉണ്ടാകും, ഒരു അക്കൗണ്ടബിലിറ്റി പാർട്ട്ണർ എന്ന് പറയും. അപ്പോൾ സിസ്റ്റം ഒന്നുകിൽ നിങ്ങൾക്ക് ഫുള്ളി ഓട്ടോമേറ്റ് ചെയ്യാം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ചെയ്യാൻ സാധിക്കും. അതല്ലെങ്കിൽ എക്സ്പേർട്ട് ആളുടെ കീഴിൽ നിങ്ങൾ ഈ ഒരു സിസ്റ്റത്തെ റിവ്യൂ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഇന്ന് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒട്ടുമിക്ക ആളുകൾക്കും വളരെ ഹൈ ആയിട്ടുള്ള മെൻറ്റേഴ്സ് ഉണ്ട് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. നിങ്ങൾ വിചാരിക്കരുത് ബിൽ ഗേറ്റ്സിനോ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്കോ സ്റ്റീവ് ജോബ്സിനോ അല്ലെങ്കിൽ ഇലോൺ മസ്കിനോ ഇവരൊക്കെ സ്വന്തമായി ചെയ്യുന്നതാണെന്ന്. ഒരിക്കലുമല്ല. കാരണം ഞാൻ ധാരാളം ടോപ്പ് ആയിട്ടുള്ള ഓൺട്രപ്രണേഴ്സിനെ നേരിട്ട് പരിചയമുള്ള ആളാണ്. എനിക്കറിയാം ഇവർക്ക് എല്ലാവർക്കും അവരെ മെൻറ്റർ ചെയ്യുന്ന ഒരു ശക്തനായ കോച്ചുണ്ട്. വളരെ വളരെ ക്ലിയർ ആയിട്ട് എനിക്കറിയാവുന്ന കാര്യമാണ്. അവർ ഡെയിലി എന്തെങ്കിലും സംസാരിക്കുകയും വീക്കിലി മോണിറ്റർ ചെയ്യുകയും വളരെ ഹ്യൂജായിട്ട് അവർ ആ മെൻറ്റർക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കരുത് ഇവരൊക്കെ വിജയിക്കുന്നതിൻ്റെ കാരണം ഇവർ തന്നെ പ്രയത്നിക്കുന്നത്. അവർ പ്രയത്നിക്കുന്നുണ്ട്, പക്ഷേ ഇവരുടെ പിന്നിൽ വലിയ സിസ്റ്റം നൽകുന്ന സഹായിക്കുന്ന വലിയ മെൻറ്റേഴ്സ് ഉണ്ടെന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ അതിനകത്ത് ഒരിക്കലും ചീപ്പാകാതിരിക്കുക. നിങ്ങൾക്ക് ഹൈ ആകണമെങ്കിൽ, ഹൈ ഏൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ആ പോസിറ്റീവ് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത് ഈ റിവ്യൂ സിസ്റ്റം നിങ്ങൾക്ക് ആവശ്യമാണ്. 5ാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, സിസ്റ്റം എന്ന് പറയുന്നത് ഓട്ടോമേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യുന്ന ടാസ്കുകൾ ഇപ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ടാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഓട്ടോമേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ ചില ഓഫീസിലെ ആളുകളുണ്ട്, ഒന്നും ഡെലിഗേറ്റ് ചെയ്യില്ല, എല്ലാം സ്വന്തം ചെയ്യും. ഞാൻ ചെയ്താലേ ശരിയാവുള്ളൂ, എല്ലാത്തിനും എൻ്റെ കൈ വേണം, ഞാനിവിടെ ഇല്ലെങ്കിൽ നടക്കില്ല. ഇത് ഓട്ടോമേഷൻ അല്ല. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഒരിക്കലും ഉയരുകയില്ല. നിങ്ങൾ ആലോചിക്കുക, നിങ്ങളിപ്പോൾ എല്ലാ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗ്രോ ചെയ്യാൻ സാധിക്കില്ല, ഹൈപ്പർഫോർ ആകാൻ സാധിക്കില്ല. 2ാമത്തെ കാര്യം, നിങ്ങളിപ്പോൾ ചെയ്യുന്ന കാര്യം അനായാസം ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ, നിങ്ങളത് മടുപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഓട്ടോമേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഏത് ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്കും എൻജോയബിൾ ആക്കാൻ സാധിക്കുന്നതാണ് ഓട്ടോമേറ്റ് ചെയ്യുക, ഡെലിഗേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ സിസ്റ്റത്തിൻ്റെ ഒരു പാർട്ടാണ് ഈ ഓട്ടോമേഷൻ അല്ലെങ്കിൽ ഡെലിഗേഷൻ. അതും ഈ സിസ്റ്റത്തിൻ്റെ പഠനത്തിലൂടെ ഈ മൈക്രോസൺ മെത്തേഡിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. 6ാമത്തെ കാര്യമാണ് ട്രാക്കിംഗ്. ഈ സിസ്റ്റം നമ്മളെ ട്രാക്ക് ചെയ്യാൻ സഹായിക്കുകയാണ്. എന്ന് വെച്ചാൽ റിസൾട്ട്സ്,
നിങ്ങളുടെ റിസൾട്ട്സ് നിങ്ങൾ അച്ചീവ് ചെയ്യുന്നുണ്ടോ? ഇപ്പോൾ നമുക്കറിയാം ഈ കോളേജുകളിൽ നമുക്ക് പഠിക്കും, വളരെ സിമ്പിളായ എക്സാമ്പിൾ പറയാം. എല്ലാ സെമസ്റ്റർ എക്സാമിനേഷൻ ഉണ്ട്, മിഡ് ടേം എക്സാമിനേഷൻ ഉണ്ട്, യൂണിറ്റ് എക്സാമിനേഷൻ ഉണ്ട്. ഇതൊക്കെ നമ്മെ ചിന്തിപ്പിക്കുന്നത് ഞാൻ ഇത് ക്വാളിഫൈ ചെയ്തോ, ഞാൻ റിസൾട്ട് ഉണ്ടാക്കിയോ. ഇത് തന്നെയാണ് നമ്മുടെ പ്രോഗ്രസ്സിൻ്റെ യാത്ര തുടങ്ങുമ്പോൾ എന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടത്. എൻ്റെ റിസൾട്ടുകൾ എനിക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ. അത് പറയുന്ന പേരാണ് സെലിബ്രേറ്റിംഗ് സ്മോൾ വിക്ടറീസ്, മിനി വിക്ടറീസ്. ചെറിയ ചെറിയ വിജയങ്ങളെ കണ്ടെത്തുകയും അതിനെ ട്രാക്ക് ചെയ്യുകയും അതിൽ സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കും. ഒരു പ്രത്യേകമായ കാര്യം ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്, നിങ്ങളുടെ വിജയങ്ങൾ പ്രൈവറ്റായി ആഘോഷിക്കുക, നിങ്ങളുടെ വിജയങ്ങൾ പരസ്യപ്പെടുത്താതിരിക്കുക, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ ഒരിക്കലും പബ്ലിക് ആക്കാതിരിക്കുക. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങളുടെ മെൻറ്ററോട് ക്ലോസായി മാത്രം സംസാരിക്കുക. വേണം നിങ്ങളുടെ വിജയങ്ങൾ പല സമയങ്ങളിൽ സെലിബ്രേറ്റ് ചെയ്യണം, പക്ഷേ ആലോചിച്ച ശേഷം ആവശ്യമെങ്കിൽ മാത്രം സെലിബ്രേറ്റ് ചെയ്യുക. യു മസ്റ്റ് ഗ്രോ ഇൻ പ്രൈവറ്റ്. രഹസ്യമായി നിങ്ങൾ വളരുക. അമാനുഷിക ശക്തിയായി നിങ്ങൾ വലിയ പെർഫോമറായി മാറുക. ഒരിക്കൽ നിങ്ങളെ പിടിച്ചു നിർത്താൻ നിങ്ങൾക്കോ സമൂഹത്തിനോ കഴിയാത്ത സമയത്ത് നിങ്ങൾ ഓട്ടോമാറ്റിക്കലി പുറത്തു വരും. അതാണ് നിങ്ങൾ ഹൈ പെർഫോമർ ആകേണ്ട നിമിഷമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ സിസ്റ്റം ട്രാക്ക് ചെയ്യുക, റിസൾട്ട്സ് സെലിബ്രേറ്റ് ചെയ്യുക, റിസൾട്ട്സ് ഉണ്ടായി എന്ന് ഉറപ്പുവരുത്തുക. സിസ്റ്റത്തിൻ്റെ 5ാമത്തെ കാര്യമാണ് കൺസിസ്റ്റൻസി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് കൺസിസ്റ്റൻസി. ഏത് വലിയ കെട്ടിടവും ഉണ്ടാക്കുന്നത് ഒരു ചെറിയ ബ്രിക്സിൽ നിന്നാണ്. നമുക്കറിയാം, വളരെ പ്രശസ്തമായ ബർഹർ എന്ന പുസ്തകം എഴുതിയ അദ്ദേഹം ഒരിക്കൽ തൻ്റെ പുസ്തകം എഴുത്തിൻ്റെ ഒരു വേളയിൽ നിരാശപ്പെട്ട് ദുഃഖിച്ചിരിക്കുകയാണ്. അദ്ദേഹം തീരുമാനിച്ചു, എൻ്റെ പുസ്തകങ്ങളൊന്നും വിറ്റുപോകുന്നില്ല, എൻ്റെ പുസ്തകങ്ങളൊന്നും വിജയിക്കുന്നില്ല. അദ്ദേഹം നിരാശപ്പെട്ട് കരഞ്ഞുകൊണ്ട് തൻ്റെ പഴയ വീട്ടിലിരിക്കുമ്പോൾ ജനാലിൽ അദ്ദേഹം നോക്കിയപ്പോൾ ഒരു കാഴ്ച കണ്ടു. ഒരു കെട്ടിടം പണിയുകയാണ്. അവിടെ ആദ്യത്തെ ദിവസം ഒരു ഇഷ്ടിക ഇറക്കി വെച്ചു. 2ാമത്തെ ദിവസം ആരോ വന്ന് ഒരു ഇഷ്ടിക പണിതു തുടങ്ങി. 3, 4, 5, 6, 7 ദിവസങ്ങളായി ഓരോ ദിവസം നോക്കുന്തോറും ഇഷ്ടിക ബ്രിക്ക് ബൈ ബ്രിക്ക് പണിതുകൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം അവിടെ മനോഹരമായ ഒരു സൗധം നിർമ്മിക്കപ്പെട്ടു. അന്ന് അദ്ദേഹം തീരുമാനിച്ചു, ഇങ്ങനെ ഒരു ഇഷ്ടികയിൽ ആരംഭിച്ചാൽ ഒരു വലിയ സൗധം ഉണ്ടാക്കാൻ സാധിക്കുമല്ലേ, അങ്ങനെയാണെങ്കിൽ ഞാനും ഒരു സൗധം പണിയുമെന്ന്. അങ്ങനെ എഴുതിയ പുസ്തകമാണ് ബെൻഹർ. ലോകം അറിയപ്പെടുന്ന വലിയ വിഖ്യാതമായ പുസ്തകമായി മാറി. ജെ.കെ. റൗളിംഗ് വളരെ നല്ല ഉദാഹരണമല്ലേ. ആ പുസ്തകം എത്രയോ പ്രാവശ്യം റിജക്റ്റ് ചെയ്യപ്പെട്ടു, ഇന്ന് ലോകം അറിയപ്പെടുന്ന സെലിബ്രിറ്റിയായി മാറി. ഓപ്ര വിൻഫ്രി എത്രയോ പ്രാവശ്യം പരാജയപ്പെട്ടു, ഇന്ന് ലോകം അറിയപ്പെടുന്ന ബിസിനസ് കോച്ച്, ബിസിനസ് പേഴ്സണാലിറ്റി, സെലിബ്രിറ്റി, പോഡ്കാസ്റ്ററിലെ. ഇതെല്ലാം ആകുന്നതിൻ്റെ കാരണം ആ കൺസിസ്റ്റൻ്റായി ഫോളോ ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ യൂട്യൂബ് വീഡിയോകൾ ധാരാളം ഞാൻ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ കാണുന്നത് കുറവാണെങ്കിലും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പുസ്തകങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, വായിച്ചുകൊണ്ടിരിക്കുകയാണ്, പുസ്തകങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, സ്കില്ല് നേടിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ കോച്ചിൻ്റെ അടുത്ത് നിന്ന് എല്ലാ ദിവസവും കാര്യങ്ങൾ പഠിക്കുകയാണ്. കാരണം എന്താണ്? കൺസിസ്റ്റൻസി വിൽ ഡെഫിനറ്റ്ലി ഗിവ് റിസൾട്ട്സ്. ഉറപ്പാണ്. നിങ്ങൾ സിസ്റ്റം ക്ലിയർ ആണെങ്കിൽ, കീസ്റ്റോൺ ഹാബിറ്റ് വളരെ കൃത്യമാണെങ്കിൽ, കൺസിസ്റ്റൻ്റായി ഫോളോ ചെയ്താൽ വിജയം ഉറപ്പാണ്. നിങ്ങൾക്ക് തനിയെ ചെയ്യാൻ സാധിക്കുമോ? കഴിയുമെങ്കിൽ ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മൈക്രോ അസെൻ്റ് എന്ന് പറയുന്ന ഹൈ പെർഫോമൻസ് കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാം. 30 പേരെ ഞാൻ സെലക്ട് ചെയ്യുന്നു. നിങ്ങൾ 30 പേരിലും മാറ്റം വരുത്തുക എന്നുള്ളത് എൻ്റെ വലിയ ആവശ്യമായിരിക്കും. ഒരു ഫിൽറ്ററിംഗ് പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്യാം. നിങ്ങളുടെ ഡീറ്റെയിൽസ് താഴെ എൻ്റെ നമ്പറിലൂടെ കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് സാധിക്കും. ഒരിക്കലും ആവറേജ് ആകാതിരിക്കുക. ദാറ്റ് ഈസ് മൈ റിക്വസ്റ്റ്. ഒരിക്കലും ആവറേജ് ആകാതിരിക്കുക. എപ്പോഴും ഹൈ പെർഫോമറായി ഈ ലോകത്തിൽ എൻ്റെ ഫുട് പ്രിൻറ്റ് വെച്ചിട്ട് പോകണമെന്ന ചിന്തയോടുകൂടി നമുക്ക് മുന്നോട്ട് പോകാം. ഓൾ ദ ബെസ്റ്റ്.